നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SFIക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി SFI മാറിക്കഴിഞ്ഞുവെന്ന് VD സതീശൻ കാസർഗോഡ് പറഞ്ഞു. കുഞ്ചത്തൂർ പദവിയിൽ കിണറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കാസർഗോഡ് യോഗം ചേർന്നു. കാസർഗോഡ് ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. തളങ്കര സ്വദേശി അബ്ദുൾ റിയാസാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. UDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തീരദേശ സന്ദേശയാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. SFIക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFI കേരളത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞുവെന്നും CPM നേതൃത്വം ഇടപെട്ട് പ്രസ്ഥാനത്തെ പിരിച്ചുവിടണമെന്നും VD സതീശൻ. കേരളത്തിലെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികളാണ് SFI എന്നും CPM അവരെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകി ക്രിമിനലുകളാക്കുകയാണെന്നും സതീശൻ കാസർഗോഡ് പറഞ്ഞു. എറണാകുളത്തും തിരുവനന്തപുരത്തും നടന്ന സംഭവങ്ങളെ പരാമർശിച്ചായിരുന്നു VD സതീശൻ SFIക്കെതിരെ വിമർശനമുന്നയിച്ചത്. കേരളത്തിലെ ഏത് ക്യാമ്പസിൽ മയക്കുമരുന്ന് പിടിച്ചാലും റാഗിംഗ് നടത്തിയാലും അതിനു പിന്നിൽ SFI ആണ്. ലഹരി വ്യാപനത്തിന്റെ കണ്ണികളാണ് SFIക്കാർ. CPM അവരെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകി ക്രിമിനലാക്കുകയാണ്. CPM അതിൽ നിന്ന് പിന്മാറണമെന്നും സതീശൻ പറഞ്ഞു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മയക്കുമരുന്ന് പിടിച്ചാലും കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്കുമരുന്ന് പിടിച്ചാലും കേരളത്തിലെ ഏത് ക്യാമ്പസിൽ റാഗിങ്ങിന് ആളെ പിടിച്ചാലും മയക്കുമരുന്ന് പിടിച്ചാലും അതിന് SFIക്കാരുണ്ട്. വയനാട് പൂക്കോട് സിദ്ധാർത്ഥിന്റെ കൊലപാതകം അല്ലേ, അതേപോലെ തന്നെ കോമ്പസ് കൊണ്ട് കുത്തിക്കീറി കോട്ടയത്ത് അതിന്മേ ഫെവിക്കോൾ അടിച്ച സംഭവം, ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാർത്ഥി ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുകയാണ്. ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേറ്റനേജ് കൊടുത്ത് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റുകയാണ് CPM ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം. ദയവ് ചെയ്ത് ഇവരോട് സ്വന്തം സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് അവരോട് നശിച്ചു പോകരുതെന്ന് പറയാം. ലഹരി മരുന്നിനെതിരെ അതിശക്തമായ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേരെ മന്ത്രിസഭാ യോഗത്തിൽ പോയി 1-ാം തീയതി മദ്യം വിളമ്പുമെന്ന് പ്രഖ്യാപനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇത് കാപ്പട്യമാണ്. ലഹരിക്കെതിരെ ആഞ്ഞടിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയും കള്ളിനൊപ്പം ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യുന്നതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ലഹരി മരുന്നിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കും. എന്തൊരു കാപട്യമാണ് കാര്യം, എന്തൊരു കാപട്യമാണ്. 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടി തീരുമാനമെടുക്കുക, നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക, പത്രസമ്മേളനം നടത്തി ആഞ്ഞടിക്കുക, ഇനി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്ന് പറയാം. ഇത് നേരെ പോയി ക്യാബിനറ്റിൽ പോയി 1-ാം തീയതി അവധിയായിരുന്നു, അതുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക, ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക, എക്സൈസ് മന്ത്രി ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാം കല്ലിൻ്റെ ഒപ്പം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുഞ്ചത്തൂർ പദവിൽ കിണറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുൾക്കിയിലെ മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹമാണ് ആളൊഴിഞ്ഞ ഭാഗത്ത് കിണറിൽ കണ്ടത്. സമീപത്ത് ചോരപ്പാടുകൾ ഉണ്ടായത് കൊലപാതകമാണോ എന്ന സംശയം ഉയർത്തിയിട്ടുണ്ട്. വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. മഞ്ചേശ്വരം കുഞ്ചത്തൂർ പദവ് മഹാലിംഗേശ്വര ക്ഷേത്ര റോഡിന് സമീപത്തെ കിണറ്റിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ മുൽക്കിയിലെ മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹം ഇന്നലെ രാത്രി കണ്ടെത്തിയത്. കിണറിന് സമീപം ഷെരീഫിന്റെ ഓട്ടോറിക്ഷ നിർത്തിയിട്ട നിലയിലുമുണ്ടായിരുന്നു. കിണറിന് സമീപം ഓട്ടോറിക്ഷ ശ്രദ്ധയിൽപ്പെടുകയും ആരെയും കാണാത്തതിനെ തുടർന്ന് കിണറിൽ നോക്കിയപ്പോഴാണ് മൃതദേഹം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 11:30 വരെ ഷെരീഫിനെ കണ്ടിരുന്നതായി പറയുന്നു. എന്നാൽ 1 മണിക്ക് ഭാര്യ ഫോൺ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ മുൽക്കി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഷെരീഫിനെ കാണാനില്ലെന്ന പരാതിയിൽ മുൽക്കി പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് മഞ്ചേശ്വരത്ത് കിണറിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. 11:30 മണിക്ക് കണ്ട ആളുണ്ട്. അതിൽ പിന്നെ 1 മണിക്ക് ഫോണാക്കി എൻ്റെ ഭാര്യ. ഫോണാക്കുമ്പോൾ സ്വിച്ച് ഓഫ് വന്നു. അതിൽ പിന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് മൊബൈൽ. മഞ്ചേശ്വരം പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഷെരീഫിന്റെ പിതാവും മറ്റ് ബന്ധുക്കളും രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു.
തെളിവുകൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളതിനാൽ രാത്രി മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുത്തില്ല. രാവിലെ പോലീസ്, നായ, ഫോറൻസിക് വിദഗ്ധർ എന്നിവരെത്തി പരിശോധന നടത്തുകയും തുടർന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. കിണറിന് സമീപം ചോരപ്പാടുകൾ കണ്ടത് കൊലപാതകമാണെന്ന സംശയത്തിന് ബലം നൽകുന്നുണ്ട്. കൂടാതെ ശരീരത്തിൽ വെട്ടേറ്റ മുറിവുകൾ കണ്ടെത്തിയതായും വിവരമുണ്ട്. വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ഈ പ്രദേശത്ത് ഒരു കേന്ദ്രത്തിൽ ചൂതാട്ടം നടന്നുവരുന്നതായി സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു. ചൂതാട്ട കേന്ദ്രവും ഓട്ടോ ഡ്രൈവറുടെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ മാത്രമേ സംഭവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. PSC പരീക്ഷ എഴുതാൻ വന്ന അധ്യാപികയ്ക്ക് പരുന്തിന്റെ മുട്ടൻ പണി. പറന്നെത്തിയ പരുന്ത് അധ്യാപികയുടെ കയ്യിലെ ഹാൾ ടിക്കറ്റ് റാഞ്ചിയെടുത്ത് പറന്നുയരുകയായിരുന്നു. കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂളിലാണ് കൗതുകകരവും അസാധാരണവുമായ സംഭവം അരങ്ങേറിയത്. കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂളിൽ രാവിലെ 7:30 സർക്കാർ ഉദ്യോഗസ്ഥരുടെ വകുപ്പ് തല പരീക്ഷ നടക്കുവാനിരിക്കുകയായിരുന്നു. 7 മണിയോടെ തന്നെ പരീക്ഷാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തി തുടങ്ങി. ഇതിനിടയിലാണ് ഒരു പരുന്ത് അധ്യാപികയായ പരീക്ഷാർത്ഥിയുടെ കയ്യിലിരുന്ന ഹോൾ ടിക്കറ്റ് റാഞ്ചി പറന്നത്. കെട്ടിടത്തിന് മുകളിൽ ഹോൾ ടിക്കറ്റുമായി പരുന്തിരിക്കുന്നത് കണ്ട പരീക്ഷാർത്ഥികളും മറ്റുള്ളവരും പരിഭ്രാന്തിയിലായി. ഏകദേശം 300ഓളം പരീക്ഷാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. ഇവരെല്ലാം ബഹളം വെച്ചെങ്കിലും പരുന്ത് ഹോൾ ടിക്കറ്റ് താഴെയിട്ടില്ല. പരീക്ഷ എഴുതുവാൻ കഴിയില്ലെന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്ന അധ്യാപികയ്ക്ക് അപ്രതീക്ഷിതമായി അവസാന ബെല്ലിന് തൊട്ടുമുൻപ് ആശ്വാസമേകി പരുന്ത് ഹോൾ ടിക്കറ്റ് താഴേക്കിട്ടു. തുടർന്ന് ആ പരീക്ഷാർത്ഥി പരീക്ഷ എഴുതി മടങ്ങുകയും ചെയ്തു. ഈ അപൂർവ സംഭവം പരീക്ഷാ കേന്ദ്രത്തിൽ ആകാംക്ഷയും കൗതുകവും നിറച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തീരദേശ സന്ദേശയാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. കടൽ കരിമണൽ കൊള്ള അവസാനിപ്പിക്കുക, തീരദേശ ഹൈവേ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന തീരദേശ സന്ദേശയാത്രയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. UDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചു. കരിമണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ 10, 50, 100 പേരെത്തി ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും അതിൻ്റെ വില വർദ്ധിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ മണൽ വാരിക്കഴിഞ്ഞാൽ നമ്മുടെ മത്സ്യസമ്പത്ത് മുഴുവൻ തകർന്നു പോകും. സസ്യ ജന്തു ജീവജാലങ്ങൾ മുഴുവൻ തകർന്നു പോകും. മാത്രമല്ല ഇപ്പം തന്നെ വലിയ തോതിൽ തീരശോഷണമാണ്. പൂവാർ മുതൽ കാസർഗോഡ് വരെ തീരശോഷണമാണ്. തീരം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കടൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം നമ്മളൊരു മൺസൂണിൽ തീരപ്രദേശത്ത് കാണുന്നൊരു വീട് അടുത്ത മൺസൂണാകുമ്പോൾ ഇല്ല, കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുനാമി, ഓക്കി തുടങ്ങിയ ഈ സുനാമി തന്നെ ഉണ്ടായത് ഇന്തോനേഷ്യയുടെ കടൽ തീരത്ത് ഇങ്ങനെ മണൽ വാരാൻ, സിംഗപ്പൂരിലേക്ക് മണൽ കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തൊരു ഐലൻഡ് പൂർണ്ണമായി ഇല്ലാതായി. അപ്പോൾ യാതൊരുവിധ എൻവയൺമെൻറ്റ് സ്റ്റഡീസ്, ഈ ഇമ്പാക്റ്റ് സ്റ്റഡീസ്, എന്താണ് പ്രകൃതിയിൽ ഉണ്ടാകുന്നത്, കടലിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് പോലും പഠിക്കാതെ തീരെഴുതി കൊടുക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റുകൾക്ക്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, DCC പ്രസിഡന്റ് PK ഫൈസൽ, നേതാക്കളായ A ഗോവിന്ദൻ നായർ, K നീലകണ്ഠൻ തുടങ്ങി നിരവധി നേതാക്കൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാതല സംഘാടക സമിതിയുടെയും ഉപസമിതി ചെയർപേഴ്സൺമാരുടെയും കൺവീനർമാരുടെയും യോഗം ചേർന്നു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ജില്ലയുടെ ചുമതലയുള്ള വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ കാലിക്കടവ് പടുവളം ബ്ലോക്ക് ഹാളിൽ ജില്ലാതല സംഘാടക സമിതിയുടെയും ഉപസമിതി ചെയർപേഴ്സൺമാരുടെയും കൺവീനർമാരുടെയും യോഗം ചേർന്നു. അനുകരണീയമായ മാതൃക സൃഷ്ടിക്കുന്ന വിധം കാസർഗോഡ് ജില്ലയിൽ സംസ്ഥാനതല ഉദ്ഘാടനവും എൻ്റെ കേരളം പ്രദർശന വിപണന മേളയും സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വിവിധ വിഭാഗം ജനങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ യോഗവും സമയനിഷ്ഠയോടെ സംഘടിപ്പിക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി.
ഏപ്രിൽ 21 മുതൽ 27 വരെ നടക്കുന്ന പ്രദർശന വിപണനമേള ചിട്ടയോടെ സംഘടിപ്പിക്കുന്നതിനും സമയബന്ധിതമായി പരിപാടികൾ നടത്തുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. എം രാജഗോപാലൻ MLA, ജില്ലാ കളക്ടറും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ കെ ഇമ്പശേഖർ, കൺവീനർ എം മധുസൂദനൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി എന്നിവരും ഉപസമിതി കൺവീനർമാരായ ADM P അഖിൽ, കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ V ചന്ദ്രൻ, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ P രാജ്, ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു, ജില്ലാ ടൗൺ പ്ലാനർ ലിറ്റി തോമസ്, തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ G സുധാകരൻ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ M ശ്രീകുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ്, ഭക്ഷ്യസുരക്ഷാ നോഡൽ ഓഫീസർ PV വിനോദ് ചന്ദേര, സർക്കിൾ ഇൻസ്പെക്ടർ KP സതീഷ്, നീലേശ്വരം നഗരസഭാ പ്രതിനിധി സുധീർ തെക്കൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചുഴലിക്കാറ്റും ഇതിനെ തുടർന്നുള്ള മുന്നറിയിപ്പും ലഭിച്ചതോടെ ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്തെത്തിയവർ ആശങ്കയിലായി. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. മുന്നറിയിപ്പിനനുസരിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നേറുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് ദുരന്ത നിവാരണ ടീം പൂർണ്ണസജ്ജരായി മടക്കര തുറമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത്. മത്സ്യബന്ധന തുറമുഖത്ത് എത്തിയവർക്ക് കാര്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടും മുൻപ് കടലിൽ നിന്നും ഫിഷറീസ് അധികൃതരുടെ സന്ദേശം കരയിലേക്കെത്തുന്നു. മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് അഴിമുഖത്ത് ചുഴലിക്കാറ്റിൽപ്പെട്ട് അപകടാവസ്ഥയിലാണെന്ന വിവരമാണ് മടക്കര തുറമുഖത്തെത്തിയത്. അഴി ലക്ഷ്യമിട്ട് പുഴയിലൂടെ സർവ്വസജ്ജമായി മറൈൻ വിഭാഗത്തിലെ സേനാംഗങ്ങൾ ബോട്ടുമായി പോകവേ 2 പേർ വെള്ളത്തിൽ മുങ്ങി രക്ഷയ്ക്കായി കൈകൾ ഉയർത്തി അപേക്ഷിക്കുന്നു. ഫിഷറീസ് വകുപ്പിലെ പോലീസ് പെട്രോൾ ബോട്ടിൽ രക്ഷാപ്രവർത്തകർ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇരുവരെയും രക്ഷിച്ച് സുരക്ഷിതമായി കരയ്ക്കെത്തിക്കുന്നു. കാത്തുനിന്ന അഗ്നിരക്ഷാസേനയുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ ആംബുലൻസുകളിൽ മെഡിക്കൽ സംഘം ഉൾപ്പെടെ സജ്ജമായിട്ടുള്ള കാടങ്കോട് നെല്ലിക്കാൽ ദേവസ്വം പബ്ലിക് സ്കൂളിലെ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. പിന്നീടാണ് കാവുഞ്ചിറ, കാടങ്കോട്ട് എന്നിവിടങ്ങളിലെ നാട്ടുകാരും മത്സ്യവിപണന കേന്ദ്രത്തിലെത്തിയവരും ദുരന്ത നിവാരണ വകുപ്പ് ഒരുക്കിയ മോക്ഡ്രില്ലാണിതെന്ന് മനസ്സിലാക്കിയത്. 12 ജില്ലകളിൽ തിരഞ്ഞെടുത്ത 24 കേന്ദ്രങ്ങളിൽ ഒരേ സമയം മോക്ഡ്രിൽ ഓരോ സംവിധാനങ്ങളും എത്രത്തോളം സജ്ജമാണെന്ന് പരിശോധിച്ച് കൂടുതൽ മെച്ചപ്പെടുത്തുവാനും വിലയിരുത്തുവാനുമാണ് നടത്തിയത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും നിരീക്ഷകർ പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി. രാവിലെ ചെറുവത്തൂരിൻ്റെ തീരത്ത് സൈറൺ മുഴക്കിയതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗത്തിലുള്ളവരും സജ്ജമായി. ചുഴലിക്കാറ്റും അനുബന്ധ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി അഗ്നിരക്ഷാസേനയുടെ മുന്നറിയിപ്പിൽ തുടങ്ങി ഉച്ചയ്ക്ക് 12:30 അവലോകനവും നടത്തിയാണ് മോക്ഡ്രിൽ സമാപിച്ചത്. പ്രദേശത്തെ 32 കുടുംബങ്ങളിൽ ദുരന്തമുണ്ടായതായി കണക്കാക്കിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ആകെ 139 പേരെ രക്ഷിച്ചു. 4 വീട് തകർന്നതായും വിവിധ തരത്തിൽ പരിക്കേറ്റ 4 മുതിർന്നവർ ഉൾപ്പെടെ 7 പേരെ ക്യാമ്പിൽ ചികിത്സയ്ക്ക് എത്തിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ തടസ്സമായ വൈദ്യുതി തൂണുകൾ നീക്കിയും മരങ്ങൾ മുറിച്ചു മാറ്റിയും വിവിധ വകുപ്പിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും ഡ്രിൽ വഴിവെച്ചു. ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ വ്യാപ്തി കുറയ്ക്കുവാനും തയ്യാറെടുപ്പ് എങ്ങനെയെന്ന് ഉറപ്പിക്കുവാനുമാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചള്ളങ്കയം തലമുഗർ ഹിദായത്ത് നഗർ വലിയുല്ലാഹി ഉറൂസ് നേർച്ചയും മതപ്രഭാഷണ പരമ്പരയും 13 മുതൽ 19 വരെ വിപുലമായ പരിപാടികളോടെ നടക്കും. കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ സദാത്യങ്ങളും സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13 ഉച്ചയ്ക്ക് 1 മണിക്ക് മഖാം സിയാറത്തും 1:30 പതാക ഉയർത്തൽ എന്നിവ നടക്കും. രാത്രി 8 മണിക്ക് മതപ്രഭാഷണ പരിപാടിയുടെ ഉദ്ഘാടനം സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി തങ്ങൾ മഹിളർ നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ സദാത്യങ്ങൾ, സൂഫി വര്യന്മാർ, പണ്ഡിതന്മാർ എന്നിവർ പങ്കെടുക്കും. 19 രാത്രി 8 മണിക്ക് സമാപന സമ്മേളനം നടക്കും. രാത്രി പ്രഭാഷണത്തിന് ശേഷം തബറുക് വിതരണം നടക്കും. ഉറൂസിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 13 ഞായറാഴ്ച ഉച്ചക്ക് 1 മണിക്ക് മഖാം സിയാറത്തോടുകൂടെ തുടക്കം കുറിക്കുന്ന പരിപാടി 1:30 ചള്ളങ്കയം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഗുഡ്ഡെ അബ്ദുൽ ഖാദർ ഹാജി അവരുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തൽ പരിപാടി ആരംഭിക്കുന്നു. 1:40 ബഹുമാനപ്പെട്ട സയ്യിദ് മഷ്ഹൂദ് തങ്ങൾ കൂറ അവരുടെ പ്രാരംഭ പ്രാർത്ഥനയോടുകൂടെ കാര്യപരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്.
അസർ നമസ്കാരത്തിന് ശേഷം ചള്ളങ്കയം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സിയാറത്ത് നടക്കുന്നു. ചള്ളങ്കയം ജുമാ മസ്ജിദ് ഖത്തീബ് DB അൻസാർ സഅദി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ A അബ്ബാസ് അമ്പേരി, കൺവീനർ ഗുഡ്ഡെ കുഞ്ഞാലി, മീഡിയ ഇൻചാർജ് DA മുഹമ്മദ് ചള്ളങ്കയം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള അൽബിർ സ്കൂളുകളിലെ പ്രൈമറിയിലേക്ക് പോകുന്ന കുരുന്നുകൾക്കായി ഗ്രാജുവേഷൻ സെറിമണിയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ദീപ MK ഉദ്ഘാടനം ചെയ്തു. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന എതിർത്തോട് അൽബിർ സ്കൂൾ, മാവിനക്കട്ട YMK മെമ്മോറിയൽ അൽബിർ സ്കൂൾ, ബേർക്ക ഷംസുൽ ഉലമ അൽബിർ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും 2 വർഷത്തെ പഠനം പൂർത്തിയാക്കി പ്രൈമറിയിലേക്ക് പ്രവേശിക്കുന്ന കുരുന്നുകൾക്കായി സംഘടിപ്പിച്ച ഗ്രാജുവേഷൻ സെറിമണിയും വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കായി പ്രഖ്യാപിച്ച അവാർഡുകളുടെ വിതരണവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ദീപ MK ഉദ്ഘാടനം ചെയ്തു. ഗ്രാജുവേഷൻ ഗസ്റ്റായി സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ദീപ MK നിർവഹിച്ചു. Today marks a special milestone for these lives of these youngsters. ഈ കുഞ്ഞു മക്കളുടെ ജീവിതത്തിന്റെ ഒരു വഴിയാണ് ഇന്ന് തുറന്നു കിട്ടുന്നത്. അവരുടെ കിൻഡർ ഗാർഡൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞു. And congratulations to each and everyone who is seated over in front of me in order to be graduates. അല്ലെങ്കിൽ എന്താണ് കിൻഡർ ഗാർഡൻ ഗ്രാജുവേറ്റ്സ് ആയിട്ട് അവർ തലപ്പാവൊക്കെ വെച്ചിരിക്കുകയാണ്. As you move forward, കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്. They are moving forward. And remember that learning is a lifelong journey. നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും അതിന് അവസാനമില്ല. അത് 50 വയസ്സായാലും 60 വയസ്സായാലും ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് ജേർണി. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ E അബ്ദുല്ല കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ CV ജെയിംസ്, ചെങ്കള പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലിം യടനീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻഷിഫ ഹർഷാദ്, സുഹൈർ അസ്ഹരി പള്ളങ്കോട്, ആഷിഖ് ഹുദവി ചാനടുക്കം, ഷംസുദ്ദീൻ അസ്നവി അടൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കഴിഞ്ഞ അധ്യയന വർഷം പ്രഖ്യാപിച്ച ബെസ്റ്റ് സ്കൂൾ അവാർഡ് മാവിനക്കട്ട YMK മെമ്മോറിയൽ അൽബിർ സ്കൂളും ബെസ്റ്റ് ഗാർഡൻ അവാർഡ് ബേർക്ക ഷംസുൽ ഉലമ അൽബിർ സ്കൂളും ഏറ്റുവാങ്ങി. ബെസ്റ്റ് ടീച്ചർ അവാർഡ് എതിർത്തോട് അൽബിർ സ്കൂളിലെ ഹെഡ് ടീച്ചർ മറിയം ഷാന ഏറ്റുവാങ്ങി. ബെസ്റ്റ് പാരന്റ് അവാർഡ് അലി ഹൈദർ മാവിനക്കട്ടയും ഫാത്തിമത്ത് ബുഷ്രയും ഖാദർ എതിർത്തോടും ആയിഷത്ത് മഷൂദ ബേർക്ക ചെർക്കളയും പങ്കിട്ടു. സ്റ്റുഡൻറ് ടാലൻറ്റ് പരീക്ഷയിൽ സ്റ്റേറ്റ് ലെവലിൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയ YMK മെമ്മോറിയൽ അൽബിർ സ്കൂൾ വിദ്യാർത്ഥി സായിദ്, എതിർത്തോട് അൽബിർ സ്കൂളിലെ അമ്ര എന്നിവരെയും, ഇസ്തിഗാമ 3ാം സ്ഥാനം നേടിയ ബേർക്ക ഷംസുൽ ഉലമ അൽബിർ സ്കൂളിലെ ആയിഷ മിന്നത്ത്, മുഴുവൻ ഹാജരും കരസ്ഥമാക്കിയ മുഹമ്മദ് NA, മറിയം ലുബ്ന, മുഹമ്മദ് ത്വാഹ ആസാം, ഫുൾ മാർക്ക് വാങ്ങിയ അമ്ര, യൂസഫ് ഷിബാൻ, കൂടാതെ പാരന്റ് ടാലൻറ്റ് പരീക്ഷയിൽ 9ാമത് റാങ്ക് നേടിയ അസ്മ P, ഫാത്തിമത്ത് സക്കിയ, മുഹമ്മദ് സായിദ്, അഹമ്മദ് നസീബ്, അബ്ദുൽ സയൻ, ഖദീജ അസൽ, മറിയം എന്നിവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. തളങ്കര സ്വദേശി അബ്ദുൾ റിയാസാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 5 ഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തു. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഹാഷിഷുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തളങ്കര സ്വദേശി അബ്ദുൾ റിയാസാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 5 ഗ്രാം ഹാഷിഷ് കണ്ടെടുത്തു. സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ KS പ്രശോഭും സംഘവും തളങ്കര ഭാഗത്ത് വ്യാഴാഴ്ച പുലർച്ചെ 12 മണിയോടെ നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത്. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രമോദ് കുമാർ, സുരേഷ് CKV, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ നൌഷാദ്, സിവിൽ എക്സൈസ് ഓഫീസർ സോനോ സെബാസ്റ്റ്യൻ, വനിതാ CEO അശ്വതി എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോലായി ലൈബ്രറി ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവാസി എഴുത്തുകാരനും സംരംഭകനുമായ ദിനേശ് മുങ്കത്തിന്റെ 4 പുസ്തകങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കോലായി ലൈബ്രറി ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ പ്രവാസി എഴുത്തുകാരനും സംരംഭകനുമായ ദിനേശ് മുങ്കത്തിന്റെ ആകർഷണ നിയമം, ജീവിത വിജയത്തിന്റെ രഹസ്യം, മാസ്റ്ററിംഗ് യുവർ ബിസിനസ്, അച്ഛൻ എന്നീ 4 പുസ്തകങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
പ്രശസ്ത എഴുത്തുകാരായ അംബികാസുധൻ മാങ്ങാട്, KV അഷ്ടമൂർത്തി, PK പാറക്കടവ്, താഹ മാടായി എന്നിവർ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്നും ഡോക്ടർ BRQ മുസ്തഫ, ഡോക്ടർ സത്താർ, ദിവാകരൻ വിഷ്ണുമംഗലം, സന്തോഷ് പനയാൽ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ദിനേശ് മുങ്ങത്തിൻ്റെ 4 പുസ്തകങ്ങളാണ് നമ്മൾ 13-ാം തീയതി ഞായറാഴ്ച മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പ്രകാശനം ചെയ്യുന്നത്. ആ പ്രകാശനം ചെയ്യാൻ വേണ്ടി വരുന്നത് സുഹൃതം സാഹിത്യത്തിൻ്റെ സുഹൃതമായ ദക്ഷിണമൂർത്തി, PK പാറക്കടവ്, അംബികാസുധൻ മാങ്ങാട്, താഹ മാടായി എന്നിവരാണ്. മാത്രമല്ല അന്ന് ഒരു 3 പേരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഒന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ KV കുമാരമാഷ്, 2 കാസർഗോഡിൻ്റെ സാംസ്കാരിക സുഹൃതം CL അമീദ്, 3 മാപ്പിളപ്പാട്ടിൻ്റെ എന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന സുബൈദ തൃക്കരിപ്പൂർ, 3 പേരെ ആദരിക്കുന്നുണ്ട്. ഈ ആദരിക്കാൻ വേണ്ടി എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MLA CH കുഞ്ഞമ്പു, നമ്മുടെ ചെയർമാൻ അബ്ബാസ് ബീഗം, കൂടാതെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന് ഇവർ വരുന്നുണ്ട്. ദിനേശ് മുങ്ങത്ത്, സ്കാനിയ ബെദ്ര, SV അശോക് കുമാർ, ഇബ്രാഹിം ബാങ്കോട്, അബു പാണളം, ഹനീഫ് തുരുത്തി, ഷാഫി കല്ലുവളപ്പിൽ, സുബൈർ സാദിഖ്, സുലേഖ മാഹിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KST എംപ്ലോയീസ് സംഘ് ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. KST എംപ്ലോയീസ് സംഘ് ജില്ലാ കൺവെൻഷൻ കാസർഗോട്ട് നടന്നു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 14 വർഷമായിട്ട് 1 രൂപയുടെ ആ പെൻഷൻ പോലും വർധനവില്ലാതെ 2011 അവസാനത്തെ പെൻഷൻ പരിഷ്കരണം നടന്നത്. 2011 ശേഷം 14 വർഷത്തിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു നമുക്കൊക്കെ തന്നെ അറിയാവുന്ന. അപ്പൊ അവരുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരമായ പോരാട്ടത്തിലാണ് KST എംപ്ലോയീസ് സംഘിന്റെ പ്രവർത്തകരും അതുപോലെ KSRTC പെൻഷൻ പ്രവർത്തകരും. KST എംപ്ലോയീസ് സംഘ് ജില്ലാ പ്രസിഡന്റ് അനിൽ B നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കാര്യവാഹക് പവിത്രൻ KK പുരം, BMS ജില്ലാ പ്രസിഡന്റ് P ഉപേന്ദ്രൻ, NGO സംഘ് ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, NTO സംഘ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ, കേരള പെൻഷനേഴ്സ് സംഘ് ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ കേളോത്ത്, വാട്ടർ അതോറിറ്റി സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മധുസൂദനൻ, BPEF ജില്ലാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, DRKS ജില്ലാ സെക്രട്ടറി തുളസിദാസ്, KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി KP വിജയൻ, ജില്ലാ സെക്രട്ടറി M പ്രവീൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാമദേവനെ യാത്രയാക്കി പൂരോത്സവത്തിന് സമാപനമായി. അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ടോടെ പൂരമഹോത്സവത്തിന് സമാപനമായി. ഉത്തര കേരളത്തിലെ 2ാമത്തെ വസന്തോത്സവമാണ് പൂരോത്സവം. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് പൂരോത്സവം കൊണ്ടാടാറുള്ളത്. ഋതുമതിയാവാത്ത പെൺകുട്ടികൾ ഈ ദിവസങ്ങളിൽ വ്രതം നോറ്റ് കാമദേവനെ പൂജിച്ചു വരുന്നു. പൂരോത്സവത്തിന്റെ പൂരം നാളിലാണ് കാമനെ അയക്കൽ ചടങ്ങ് നടക്കാറുള്ളത്. അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ടോടെ പൂരോത്സവത്തിന് സമാപനമായി. ആറാട്ട് ചടങ്ങുകൾക്ക് ക്ഷേത്രം സ്ഥാനികർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരുമടക്കം നിരവധി ആളുകളാണ് ചടങ്ങ് ദർശിക്കുവാനായി ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്രപ്രസിദ്ധമായ പൂച്ചക്കാട് മഖാം ഉറൂസിന് തുടക്കമായി. പള്ളിക്കര ജമാഅത്ത് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ പൂച്ചക്കാട് മഖാം ഉറൂസിന് തുടക്കമായി. ഏപ്രിൽ 10 മുതൽ 20 വരെ തീയതികളിലായാണ് മഖാം ഉറൂസ് നടക്കുന്നത്. പള്ളിക്കര സംയുക്ത ജമാഅത്ത് ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മഖാം ഉറൂസ് ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യൻ അവൻ ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കാത്ത കാലത്തോളം അവൻ ഇനി പിൻപറ്റേണ്ട. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ അള്ളാഹുവിന്റെ വഹദത്തിനെ പറ്റി ആലോചിച്ച് തഖ്രീഫിന്റെ ലോകത്തിൽ നിന്ന് പുറത്തുപോയവരുണ്ടാവും. അപ്പൊ അവര് മുക്കല്ലഫീകളല്ല. അപ്പൊ അവരോട് നിസ്കരിക്കണം, നോമ്പൊരുക്കണം എന്നുള്ള കൽപ്പന ഉണ്ടാവില്ല. പക്ഷെ അവര് യഥാർത്ഥത്തിൽ അവരെ നമുക്ക് പിൻപറ്റാൻ പാടില്ല. അവര് കേൾക്കുന്നുണ്ട്, നമ്മൾ കേൾക്കാതെ, അവർ നോമ്പൊരുക്കുന്നുണ്ട്, നമ്മൾ നോമ്പൊരുക്കാൻ അത് പറ്റില്ല. അവര് തഖ്രീഫിന്റെ ലോകത്തിന്റെ പുറത്തു പോയവരാണ്. ഭ്രാന്തന്മാരെ പോലെ ചിലപ്പോൾ ശരിയായ ഭ്രാന്തന്മാരാവും.
ഉറൂസ് കമ്മിറ്റി ചെയർമാൻ KC ഷാഫി അധ്യക്ഷത വഹിച്ചു. ഉറൂസ് കമ്മിറ്റി ജനറൽ കൺവീനർ PK മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. സഖറിയ പുത്തൂർ ഖിറാത്ത് നടത്തി. പള്ളിക്കര സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് KE ബക്കർ, തെക്കുപുറം ഖത്തീബ് നുഅമാൻ നവാസ് നിസാമി, മുഹമ്മദ് അലി മൗലവി എന്നിവർ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഗത്ഭരായവർ പ്രഭാഷണം നടത്തും. ഏപ്രിൽ 20 ഉറൂസ് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SFIക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി SFI മാറിക്കഴിഞ്ഞുവെന്ന് VD സതീശൻ കാസർഗോഡ് പറഞ്ഞു. കുഞ്ചത്തൂർ പദവിയിൽ കിണറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കാസർഗോഡ് യോഗം ചേർന്നു. കാസർഗോഡ് ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. തളങ്കര സ്വദേശി അബ്ദുൾ റിയാസാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. UDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തീരദേശ സന്ദേശയാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.